ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ ക്യാൻവയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ഇന്ന് തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവയെ കുറിച്ച് കൂടുതൽ അറിയണം, അതിലെങ്ങനെയാണ് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ വൈറ്റ് ബോർഡ് എനിക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഇടുന്നതാണ്. പിന്നെ പല പ്രോജക്ട്സ് അതെങ്ങനെയാണ് ഇതിൽ കൂടെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റുന്നത്, ടെംപ്ലേറ്റ്സ് അതൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് ചാനൽ നന്നായിട്ട് ഫോളോ ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ മുകളിലുള്ള അവിടെ ആയിട്ട് ലോഗോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലോഗോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് യൂട്യൂബ് ലോഗോ നടക്കുന്നുണ്ട്, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കുറേ ലോഗോ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ലോഗോ നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോഗോ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ താഴെ നമുക്ക് ഇങ്ങനൊരു ക്രൗൺ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോയാണ്, നമുക്ക് ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് അടച്ചിട്ട് മാത്രമേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പർട്ടിക്കുലർ പേയ്മെന്റ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ലോഗോയാണ് എടുക്കുന്നത് കേട്ടോ. ഞാനൊരു സാധാരണ ഒരു ലോഗോയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ താഴെ തന്നെ കുറേ ലോഗോസ് ഉണ്ട്. നമുക്ക് ഞാനിപ്പോൾ ബ്രെയിൻ ടെക് എന്ന് പറഞ്ഞ ഈ ഒരു ലോഗോ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രെയിൻ ടെക് എന്ന് പറയുന്ന ലോഗോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലോഗോയിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ക്യാപ്ഷൻ എന്താണോ കൊടുക്കേണ്ടത് അതിവിടെ എഴുതി കൊടുത്താൽ മതി. ഞാൻ ബ്രെയിൻ ടെക് മാറ്റിയിട്ട് ഞാൻ എന്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പർട്ടിക്കുലർ ആയിട്ട് ഞാൻ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നൊരു പേര് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ വെറുതെ മൈൽ സ്റ്റോൺ എന്ന് മാത്രം കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് അതിലൊരു ക്യാപ്ഷനും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്യാപ്ഷനോ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു വ്ളോഗർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഭാവനയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ക്യാൻവയിൽ ചെന്നതിന് ശേഷം അവിടുന്ന് നമുക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പണിപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കുറേ ലോഗോസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോഗോ ചൂസ് ചെയ്യുക, അത് ചെയ്ത് നോക്കാം. പക്ഷേ ഇതും അല്ലാതെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മളുടെ ഓൺ ഭാവനയിൽ, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് യൂണിക്കായിട്ട് നമ്മുടെ ചാനലിന് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ ഒരു ഇതേപോലെ മറ്റൊരാൾ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതേ തന്നെ ലോഗോ അവർക്ക് കിട്ടാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വേറെ യൂണിക്നെസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് ഹോമിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോഗോ ചൂസ് ചെയ്യാണ്. മുകളിൽ കിടക്കുന്ന ലോഗോ ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാങ്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ സൈഡിലായിട്ട് അവർ കുറേ വേറെ ലോഗോസ് നമ്മൾ നേരത്തെ എടുത്ത പോലെ കുറേ ലോഗോസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നേരെ ഇതിലെ എലമെന്റ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ ഇഷ്ടപ്പെട്ട എലമെന്റ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം ഇവിടെ സർക്കിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ കുറേ ബേർഡ്സ് ഒക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് താഴെയാണെങ്കിൽ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ റീസെന്റ് യൂസ്ഡ് ആയിട്ടുള്ളത് ഷേപ്പ്, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഗ്രാഫിക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഗ്രാഫിക്സ് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഗ്രാഫിക്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ലോഗോ കുറച്ച് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഒരു ലോഗോയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലോഗോയാണ് ചൂസ് ചെയ്തിട്ട്, ലോഗോ അല്ല, ഞാനിത് ജസ്റ്റ് ഒരു എലമെന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ ലോഗോയിൽ ഒരു എലമെന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാണ്. ഓക്കെ, ഇതിവിടെ ഫിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ നോക്കി നമുക്ക് ആവശ്യമുള്ളത് നോക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പം കുറച്ചായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഇതെടുക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എടുക്കാം. ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ലോഗോ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്. എനിക്ക് ഈ ഒരു എലമെന്റ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ലീഫ് ഈ ബോർഡിന്റെ അടി വരണമെന്നാണ് ആഗ്രഹം. അതായത് കുറച്ച് ബാക്കിലാകാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതെടുക്കണം. അപ്പോൾ അതിന്റെ സൈഡിൽ കാണാൻ പറ്റും സെൻഡ് ബാക്ക്വേർഡ്, സെൻഡ് ടു ബാക്ക് എന്നുള്ളത്.
ബാക്കി 2 ഓപ്ഷൻ എന്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി 2 ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്. 2 ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഫ്രണ്ടിലാണ്. അപ്പൊ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി താഴെയുള്ള ഫ്രണ്ട് ടു ബാക്ക്വേർഡ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിലായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാനിത് എനിക്ക് എവിടെയാണോ വെക്കാൻ താല്പര്യം അവിടെ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു കളർ ചൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. എല്ലാം നമ്മൾ നോക്കി വെക്കുക, കളർ നോക്കുക, അത് എല്ലാം മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് എനിക്ക് ഇഷ്ടപ്പെടില്ല, അപ്പൊ ഞാൻ വേറെ കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്പ്ലാഷ് പോലെ എടുക്കുന്ന ഈ ഒരു ഇതാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ ലെയറിൽ ബാക്ക്വേർഡ് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും ബാക്കിലേക്ക് പോകാനായിട്ട് ഫ്രണ്ട് ടു ബാക്ക് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ഏറ്റവും ബാക്കിലോട്ട് പോകും. പിന്നെ കളർ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ കളർ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കളറിന്റെ, അവിടെ നമുക്ക് കളർ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ ഒരു കളറാണോ ഈ ഒരു കളറാണോ? ഓക്കെ, എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ ഈ ഒരു കളറാണ് ഇവിടെ കൊടുക്കുന്നത്, അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിന്റെ പേര് ആ ലോഗോയുടെ താഴെ എഴുതി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ ഇതിൽ പ്രോ ആയിട്ടുള്ളതൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇതിൽ പേയ്മെന്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേ ചെയ്യാത്ത ഇതാണ് എടുക്കുന്നത്. അപ്പോ എനിക്ക് ഇതില് ഇതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ഞാൻ അൺഗ്രൂപ്പ് ചെയ്യാണ്. ഇതിങ്ങനെ നമുക്ക് ഒരുമിച്ചാണ് വരിക, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ അൺഗ്രൂപ്പ് കൊടുത്താൽ മതി. കണ്ടോ, ഈ അൺഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗ്രൂപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരെണ്ണം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിൽ വേണ്ടത് ഇപ്പൊ മുകളിലുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇപ്പൊ ഗ്രോത്ത് എന്നിട്ട് എനിക്ക് വേണം അത്, പക്ഷെ ഇപ്പൊ അതെനിക്ക് യൂസ് ചെയ്യേണ്ട, മുകളിൽ ആവശ്യമില്ല. അപ്പൊ ഞാനത് ഒന്ന് മാറ്റിയിട്ട് എന്റെ ചാനലിന്റെ പേര് അതിൽ കൊടുക്കാണ്. അപ്പൊ ഇവിടെ എജു ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കാണ്. അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കാണ്, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. അപ്പൊ ഇതിൽ കളർ മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ മുകളിൽ എ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ വരുന്ന സമയത്ത് നമുക്ക് കളർ മാറ്റുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് അതനുസരിച്ച് ഇവിടെ പേര് കൊടുക്കാം. ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറെ ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ ഇതിന് കളർ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കളർ മാറ്റി കൊടുക്കാണ്. അപ്പൊ ഞാൻ കളർ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വേണമെങ്കിൽ ടെക്സ്റ്റ് എടുത്തല്ലോ, അതിന്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ ഫോണ്ട് മാറ്റിയെടുക്കാനും പറ്റും. അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ട്. അപ്പം കണ്ടോ, ഇങ്ങനെ നമുക്ക് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇത് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് എഴുതാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മളിവിടെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്യാപ്ഷൻ എന്തെങ്കിലും ആണെങ്കിൽ ക്യാപ്ഷനും കൊടുക്കാം. ഞാനിപ്പം വേറൊരു ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട് അതിന് ക്യാപ്ഷൻ ആയിട്ട് കൊടുക്കാനായിട്ട്. താഴെയുള്ളത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് മുകളിലുള്ളത് മാത്രം എടുക്കാണ്. എന്നിട്ട് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റീവ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഓൺ ഇത് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എന്താണ്, മറ്റുള്ള ലോഗോസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്ത് ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് വേറെ ചാനലുണ്ടാവും, അപ്പൊ നമുക്കൊരു യൂണിക്നെസ് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ബാക്കിലുള്ള വൈറ്റ് സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് കളർ വേണമെങ്കിലും മാറ്റാം. എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം, അതുകൊണ്ട് വൈറ്റ് കൊടുത്തു. നമുക്കാണെങ്കിൽ ഈ കളർ കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം, ഏത് കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. വൈറ്റ് ആണ് എനിക്കിഷ്ടം, ഒരു ഹാഷും കൊടുക്കാം. അപ്പൊ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കൊടുക്കാം. അപ്പൊ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാൽ നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ കുറച്ച് വൈറ്റ് ആയിട്ട് കൊടുക്കണം, കാരണം അത് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിവിടെ ലോഗോയിൽ ആ ക്യാപ്ഷൻ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലുള്ള സ്ക്രീന് മാറ്റുന്നില്ല, ഞാൻ അത് വൈറ്റ് തന്നെ കൊടുക്കുന്നു. അപ്പൊ ഞാൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ലോഗോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്യാൻവയിൽ അറിയേണ്ടത് അത് കമന്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്